DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 18 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിലിൽ നടക്കും. വോട്ടെടുപ്പ് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം മാർച്ച് പകുതിയോടെ പുറത്തുവരുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന നടപടികൾ വേഗത്തിലായിരിക്കുകയാണ്. കേരളത്തിൽ ശനിയാഴ്ച അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കമ്മീഷൻ അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുകയാണ്. അടുത്ത അറിയിപ്പ്, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതായിരിക്കുകയാണ്. 1,13,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇന്നലെ 2 തവണകളായി 1,640 രൂപയാണ് കുറഞ്ഞത്. 14,135 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒരു പവൻ സ്വർണത്തിന് 2,500-ലധികം രൂപയാണ് കുറഞ്ഞത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,17,760 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇതുതന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. അടുത്ത അറിയിപ്പ്, ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടുന്നവർക്ക് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കാതെ തന്നെ 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകുന്ന പുതിയ വ്യവസ്ഥ വരികയാണ്. അതോടൊപ്പം മുതിർന്ന പൗരന്മാരുടെ ഡിജിറ്റൽ ഇടപാടുകൾക്കായി ഒരു അധിക ഒതന്റിക്കേഷൻ കൂടി കൊണ്ടുവരും. തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ഇടപാടുകളിൽ ചെറിയ കാലതാമസം വരുത്തുന്ന ലാഗ്ഡ് ക്രെഡിറ്റ് സംവിധാനവും ഏർപ്പെടുത്തും. അതോടൊപ്പം വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള റിക്കവറി ഏജന്റുമാരുടെ ഇടപെടലുകൾക്ക് RBI കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ID കാർഡ് ഇല്ലാതെയും അസമയത്തും വീട്ടിലെത്തി ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് താൽപ്പര്യമില്ലാത്ത ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് സേവനങ്ങൾ ബാങ്കുകൾ നിർബന്ധിച്ച് നൽകുന്നതിനെതിരെയും നടപടിയുണ്ടാകും. അടുത്തറിയിപ്പ്, NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകാർക്ക് പൊതുവെ റേഷൻ അരി വിഹിതം കുറവാണ്. സൗജന്യ അരിയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന BPL കാർഡിലേക്ക് മാറുവാനുള്ള അവസരം ഇപ്പോൾ അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് വന്നിരിക്കുകയാണ്. BPL പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ള അവസരം ഫെബ്രുവരി 20 വരെയാണുള്ളത്. അതായത് ഇനി കേവലം 2 ദിവസങ്ങൾ മാത്രമാണ് അപേക്ഷിക്കുവാനുള്ളത്. അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡുകാർ ഫെബ്രുവരി 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി തന്നെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.